റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 34-ാമത്തെ നിയമം, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, രാജകീയമായി പെരുമാറുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരു രാജാവിനെപ്പോലെ പെരുമാറുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് വലിയ ആദരവും ബഹുമാനവും തോന്നും. നിങ്ങളുടെ വാക്കുകൾ, വസ്ത്രധാരണം, ശരീരഭാഷ എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരിക്കണം. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം നിങ്ങൾ ഒരു നേതാവാണെന്ന് സ്വയം വിശ്വസിക്കുകയും ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഒരു രാജാവിനെപ്പോലെ പെരുമാറുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ ഒരു സാധാരണക്കാരനായി കാണാൻ കഴിയില്ല. അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസം നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. നിങ്ങൾ രാജകീയമായി പെരുമാറുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആത്മവിശ്വാസം കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആത്മവിശ്വാസം കാണിക്കുക. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു വലിയ മൂല്യമുണ്ടെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാക്കുക. ഒറ്റയ്ക്ക് നിൽക്കുക. നിങ്ങൾ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ പോലും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുക. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകരുത്. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരു രാജാവിനെപ്പോലെ പെരുമാറുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി ഒരു ചെറിയ രാജ്യത്തിന്റെ രാജാവായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രാജാവിനെപ്പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാരം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെല്ലാം ഒരു ചക്രവർത്തിയെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ അമരേന്ദ്ര ബാഹുബലി. ബാഹുബലി ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നപ്പോൾ അദ്ദേഹം ഒരു രാജാവിനെപ്പോലെയാണ് പെരുമാറിയത്. ബാഹുബലിയുടെ സംസാരം, ശരീരഭാഷ എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. ചരിത്രം. തോമസ് എഡിസൺ. എഡിസൺ ഒരു സാധാരണ കണ്ടുപിടുത്തക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ നേതാവിനെപ്പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാരം എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം അദ്ദേഹത്തിന് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ ഒരു സാധാരണ കുട്ടിയായിരുന്നു. എന്നാൽ അവൻ ഒരു വലിയ മാന്ത്രികനെപ്പോലെയാണ് പെരുമാറിയത്. ഹാരിയുടെ ധീരമായ തീരുമാനങ്ങൾ, സംസാരം എന്നിവയെല്ലാം അവനെ ഒരു നേതാവാക്കി മാറ്റി. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ നേതാവിനെപ്പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാരം എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം അദ്ദേഹത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ ഒരു മാഫിയ തലവനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു രാജാവിനെപ്പോലെയാണ് പെരുമാറിയത്. ഡോണിന്റെ സംസാരം, ശരീരഭാഷ എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം ഡോണിന് ഒരു വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിൻ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സാധാരണ അംഗമായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു നേതാവിനെപ്പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, സംസാരം എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെയായിരുന്നു. ഈ പെരുമാറ്റം കാരണം അദ്ദേഹത്തിന് റഷ്യയുടെ നേതാവാകാൻ കഴിഞ്ഞു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ അരഗോൺ എന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു രാജാവിനെപ്പോലെയാണ് പെരുമാറിയത്. അരഗോണിന്റെ ധീരമായ തീരുമാനങ്ങൾ, സംസാരം എന്നിവയെല്ലാം അവനെ ഒരു നേതാവാക്കി മാറ്റി. ചരിത്രം. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഒരു സാധാരണ വക്കീലായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ നേതാവിനെപ്പോലെയാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ ലളിതമായ വസ്ത്രധാരണം പോലും അദ്ദേഹത്തിന് ഒരു രാജകീയമായ രൂപം നൽകി. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ രോഗം മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു രാജാവിനെപ്പോലെയാണ് പെരുമാറിയത്. ഡോക്ടറുടെ ആത്മവിശ്വാസം, സംസാരം എന്നിവയെല്ലാം അദ്ദേഹത്തിന് വലിയ അധികാരം നൽകി.